സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ പരസ്യ പ്രചരണം അങ്ങനെ കൊണ്ടും കൊടുത്തും മുന്നേറുകയാണ്. ശക്തമായ പ്രചരണങ്ങളുമായിട്ട് മൂന്ന് മുന്നണികളും കളം നിറയുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പ്രചരണത്തിൽ നിരവധി തരത്തിലുള്ള ആരോപണങ്ങൾ, പ്രത്യാരോപണങ്ങൾ, തന്ത്രങ്ങളൊക്കെ തന്നെ മുന്നണികളും പാർട്ടികളും എല്ലാം പയറ്റും. എന്നാൽ CPM ഈ കൂട്ടത്തിൽ വളരെ വ്യത്യസ്തമായി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എതിരാളികൾക്കെതിരെ അങ്ങേയറ്റം മോശമായിട്ടുള്ള, അപകീർത്തികരമായിട്ടുള്ള, വസ്തുതാവിരുദ്ധമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അവരെ പൊതുസമൂഹത്തിലും സോഷ്യൽ മീഡിയയിലും ഉൾപ്പെടെ തേജോവധം ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്നലെ വയനാട്ടിലെ കൽപ്പറ്റയിൽ നിന്നുള്ള നിലവിലെ സിറ്റിംഗ് MLAയും അവിടുത്തെ UDF സ്ഥാനാർത്ഥിയുമായിട്ടുള്ള T സിദ്ദിഖിനെതിരെ CPM ആരംഭിച്ചിരിക്കുന്ന ഒരു ആക്രമണം. സിദ്ദിഖിനെതിരെ അവിടെ അതിന് തുടക്കം കുറിച്ചിരിക്കുന്നത് വയനാട്ടിലെ CPM ജില്ലാ സെക്രട്ടറി കൂടിയായിട്ടുള്ള K റഫീഖാണ്. അത് ഈ വയനാട്ടിലെ മുണ്ടക്കൈ ചുരൽമല ദുരന്തവുമായി ബന്ധപ്പെട്ടാണ് ഒരു വലിയ രീതിയിലുള്ള അസത്യമായിട്ടുള്ള ഒരു ആരോപണം സിദ്ദിഖിനെതിരെ ഉയർത്തിക്കൊണ്ട് അദ്ദേഹത്തെ തേജോവധം ചെയ്യുന്ന തരത്തിൽ സോഷ്യൽ മീഡിയയിലും മറ്റു മീഡിയകളിലൂടെയും ഒക്കെ തന്നെ ആക്രമണം നടത്തുന്നത്. ഈ മുണ്ടക്കൈ ചുരൽമല ദുരന്തത്തിൻ്റെ ഇരകളിൽ ഒരാളായിട്ടുള്ള ശ്രുതി എന്ന് പറയുന്ന പെൺകുട്ടിയെ കേരള ജനത മറക്കാനിടയില്ല. ആ ഉരുൾപൊട്ടലിൽ സ്വന്തക്കാരായിട്ടുള്ള 9 പേരെയാണ് ശ്രുതിക്ക് നഷ്ടമായത്. ആ ദുരന്തത്തിൽ ശ്രുതിക്കും വലിയ രീതിയിൽ പരിക്ക് പറ്റുകയും ഒക്കെ തന്നെ ചെയ്തിരുന്നു. അതിനുശേഷം ഏതാണ്ട് 1.5 മാസത്തിനപ്പുറം ശ്രുതിക്ക് തൻ്റെ ഭാവി വരനെയും ഒരു അപകടത്തിൽ നഷ്ടപ്പെടുന്ന കാഴ്ച കണ്ടു. അങ്ങനെ എല്ലാം നഷ്ടപ്പെട്ട് തകർന്നു നിൽക്കുന്ന ആ പെൺകുട്ടിക്ക് കൈത്താങ്ങായിട്ടന്ന് മാറിയത് കൽപ്പറ്റയിലെ MLA ആയ T സിദ്ദിഖായിരുന്നു. ശ്രുതിയെ ചേർത്ത് പിടിച്ചുകൊണ്ട്, ശ്രുതി തൻ്റെ ഒരു സഹോദരിയാണ്, അല്ലെങ്കിൽ ശ്രുതിയും അങ്ങനെ തന്നെയാണ് പറയുന്നത്, തനിക്കെല്ലാം നഷ്ടപ്പെട്ടപ്പോൾ എല്ലാം തന്നത് ഒരു സഹോദരനെ പോലെ ചേർത്ത് നിർത്തിയത് സിദ്ദിഖ് MLA ആണ്. അങ്ങനെയാണ്, ഒരു സഹോദരനായിട്ടാണ് ശ്രുതി പോലും സിദ്ദിഖിനെ വിശേഷിപ്പിച്ചത്. അത്തരത്തിൽ ശ്രുതിയെ ചേർത്ത് പിടിച്ച ഒരു ജനപ്രതിനിധിയായിരുന്നു സിദ്ദിഖ്. ആ സിദ്ദിഖിനെതിരെ അങ്ങേയറ്റം വില കുറഞ്ഞ, അല്ലെങ്കിൽ സത്യവുമായിട്ട് യാതൊരു പുലബന്ധവുമില്ലാത്ത ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് CPM ഒരു വ്യാജ പ്രചരണത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നത്. ശ്രുതിക്ക് എല്ലാം നഷ്ടപ്പെട്ടപ്പോൾ ഒരു വീട് വെച്ച് നൽകാമെന്ന് ഒരു സംഘടന അങ്ങോട്ട് വാഗ്ദാനം ചെയ്യുന്നു. ഫിലാക്കാലിയ ഫൗണ്ടേഷനാണ് അത് വാഗ്ദാനം ചെയ്യുന്നത്. അതിൻ്റെ ആ വീടിൻ്റെ തറക്കല്ലിടൽ കർമ്മത്തിൽ T സിദ്ദിഖ് അവിടുത്തെ ജനപ്രതിനിധി എന്ന നിലയിൽ അവിടെ സന്നിഹിതനായിരുന്നു. ഫിലാക്കാലിയ ഫൗണ്ടേഷൻ തന്നെയാണ് ആ ശ്രുതിക്ക് വീട് വയ്ക്കാനായിട്ടുള്ള ചടങ്ങിൽ T സിദ്ദിഖിനെ ഒരു അതിഥിയായിട്ട് ക്ഷണിക്കുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് T സിദ്ദിഖ് അന്ന് ഒരു ഫേസ്ബുക്ക് പോസ്റ്റും ഒക്കെ തന്നെ ഇട്ടിരുന്നു. ഇന്നലെ CPM ജില്ലാ സെക്രട്ടറി K റഫീഖ് പറഞ്ഞത്, ശ്രുതിക്ക് വീട് വെച്ച് കൊടുക്കാമെന്ന് വാഗ്ദാനം നൽകി T സിദ്ദിഖ് MLA വഞ്ചിച്ചു, പറഞ്ഞു പറ്റിച്ചു. അങ്ങനെ ശ്രുതി ഇപ്പോൾ ആകപ്പാടെ കഷ്ടത്തിലായിരിക്കുകയാണ്. സർക്കാരിൽ നിന്നും ഏതാണ്ട് 15 ലക്ഷം രൂപ സാമ്പത്തിക സഹായം മേടിച്ചത് ടൗൺഷിപ്പിലെ വീട് വേണ്ടെന്ന് പറഞ്ഞ വ്യക്തിയാണ് ശ്രുതി. അപ്പോൾ അങ്ങനെ അതുപോലും ഇല്ലാതെ ഇപ്പോൾ വീണ്ടും ടൗൺഷിപ്പിൽ വീട് വേണമെന്നുള്ള ആവശ്യവുമായിട്ട് ശ്രുതി സർക്കാരിനെ സമീപിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സിദ്ദിഖിനെതിരെ പുതിയൊരു നരേഷൻ സൃഷ്ടിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. എന്നാൽ അപ്പോൾ തന്നെ T സിദ്ദിഖിനെതിരെ മറുപടിയുമായി രംഗത്തെത്തി താൻ ഒരിക്കലും ശ്രുതിക്ക് വീട് വെച്ച് കൊടുക്കാമെന്നൊരു വാഗ്ദാനം നൽകിയിട്ടില്ല. അത് മറ്റു പല സംഘടനകളും ഒക്കെയാണ് അത്തരമൊരു വാഗ്ദാനവുമായിട്ട് മുന്നോട്ട് വന്നത്. അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം 2024 ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത ഫേസ്ബുക്ക് പോസ്റ്റും അതുമായി ബന്ധപ്പെട്ടുള്ള പോസ്റ്റും അദ്ദേഹം ഇന്നലെ പുറത്തുവിട്ടിട്ടുണ്ട്. ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത് ഇപ്രകാരമാണ്: പ്രിയ സഹോദരി ശ്രുതിക്ക് 120 ദിവസം കൊണ്ട് വീടൊരുങ്ങും. ഇന്ന് കൽപ്പറ്റ മുനിസിപ്പാലിറ്റിയിൽ 11 സെന്റ് സ്ഥലത്ത് വീടിന്റെ തറക്കല്ലിട്ടു. 1500 സ്ക്വയർ ഫീറ്റ് വീട് ഒരുക്കുന്നത് തൃശ്ശൂരിൽ നിന്നുള്ള ടൈം ന്യൂസ് എന്ന സ്ഥാപനമാണ്. ശ്രുതിയെ ചേർത്ത് നിർത്താൻ ഒപ്പം നിന്ന ടൈം ന്യൂസിന് ഹൃദയത്തിൽ നിന്ന് നന്ദി എന്നാണ് ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത്. അതായത് ടൈം ന്യൂസ് എന്ന് പറയുന്ന സ്ഥാപനമാണ് ആ വീട് വെച്ച് കൊടുക്കുന്നത്. ഒപ്പം തന്നെ ഫിലാക്കാലിയ ഫൗണ്ടേഷനുമായി ചേർന്നുകൊണ്ടാണ് അത് ചെയ്യുന്നത്. എന്നാൽ ഇന്നലെ CPM ഉണ്ടാക്കിയിരിക്കുന്ന ഒരു നരേഷൻ T സിദ്ദിഖ് വീട് വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞ് പറ്റിച്ചു എന്നാണ്. ഈ ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ ആദ്യത്തെ 2 സെൻറ്റൻസുകൾ മാത്രം കട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് പ്രചരിപ്പിച്ചുകൊണ്ടാണ് അവർ ഈ പറയുന്ന സിദ്ദിഖിനെതിരായിട്ടുള്ള പ്രചരണം നടത്തുന്നത്. ആ ഫേസ്ബുക്ക് പോസ്റ്റ് പൂർണ്ണമായിട്ട് അവർ പുറത്തുവിടുന്നില്ല. അതിന് CPM പ്രമുഖരായിട്ടുള്ള നേതാക്കളെല്ലാം തന്നെ അതിന് നേതൃത്വം കൊടുക്കുന്നുണ്ട്. CPM നിലവിലെ തെരഞ്ഞെടുപ്പിൻ്റെ സൈബർ വിങ്ങിൻ്റെ ചുമതല വഹിക്കുന്ന പ്രമുഖ മാധ്യമ പ്രവർത്തകൻ ഉൾപ്പെടെ അദ്ദേഹം തൻ്റെ വീഡിയോ ഉൾപ്പെടെ ഈ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് വലിയ വിമർശനം ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ ഫിലാക്കാലിയ ഫൗണ്ടേഷൻ്റെ ആളുകൾ തന്നെ ഇന്ന് മാധ്യമങ്ങളിലൂടെ വന്ന് ഇക്കാര്യത്തിൽ T സിദ്ദിഖിന് യാതൊരു പങ്കുമില്ല, അദ്ദേഹം അവിടെ ഒരു അതിഥിയായിട്ട് മാത്രമാണ് പങ്കെടുത്തത്, അത് വീട് വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞത് തങ്ങളാണ് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. അവർ പറയുന്നത് അതിന് ആ സ്ഥലത്തിൻ്റെയൊക്കെ പ്രത്യേകത കാരണം വലിയ എക്സ്പെൻസീവായിട്ടുള്ളൊരു കാര്യമാണത്.
നിലവിൽ ഏതാണ്ട് 18 ലക്ഷത്തോളം രൂപ അവിടെ ചിലവാക്കി കഴിഞ്ഞു. ഇനിയും കൂടുതൽ തുക അവിടെ വീട് നിർമ്മിക്കാൻ ആവശ്യമായിട്ടുണ്ട്. അത് കണ്ടെത്തുന്ന വരുന്നൊരു സാവകാശമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്, താമസം മാത്രമാണ് ഉണ്ടായിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് തന്നെ ശ്രുതിക്ക് ആ വീട് വെച്ച് നൽകും, ആ വാഗ്ദാനം തങ്ങൾ പാലിക്കുമെന്ന ഫൗണ്ടേഷനും പറയുന്നുണ്ട്. സിദ്ദിഖിന് ഈ വിഷയത്തിൽ യാതൊരു പങ്കുമില്ല, അദ്ദേഹം യാതൊരു വാഗ്ദാനവും ശ്രുതിക്ക് കൊടുത്തിട്ടില്ല, ഇതുമായി ശ്രുതിക്കിന് യാതൊരു ബന്ധവുമില്ല എന്ന് ഈ ഫിലാക്കാലിയ ഫൗണ്ടേഷൻ്റെ ഉടമകൾ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും CPMൻ്റെ ഈ സിദ്ദിഖിനെതിരായിട്ടുള്ള ഒരു നറേഷൻ, അത്തരത്തിലൊരു അദ്ദേഹത്തെ പൊതുസമൂഹത്തിൽ പൊതുമധ്യത്തിൽ അവഹേളിക്കാനുള്ള, ആക്രമിക്കാനുള്ള, അത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുകൂടിയാണ്. കൽപ്പറ്റയിൽ അവർക്ക് പരാജയം ഉറപ്പായിരിക്കുന്ന ഘട്ടത്തിൽ എങ്ങനെയെങ്കിലും സിദ്ദിഖിനെ അപകീർത്തിപ്പെടുത്തി 10 വോട്ട് കുറപ്പിക്കാൻ കഴിയുമെങ്കിൽ അത്തരമൊരു ശ്രമമാണ് കെ റഫീഖ് എന്ന് പറയുന്ന ജില്ലാ സെക്രട്ടറി നടത്തിയിരിക്കുന്നത്. 2 ആഴ്ച മുൻപാണ് അദ്ദേഹം വലിയ രീതിയിൽ സൈബർ ആക്രമണം നേരിട്ട് അദ്ദേഹം മമ്മൂട്ടിയോടൊപ്പം അവിടെ ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ പോവുകയും മമ്മൂട്ടി അദ്ദേഹത്തെ മാറ്റി നിർത്തുന്ന ഒരു കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ്. എന്തായാലും റഫീഖിൻ്റെ ഈ ഒരു നീക്കം അത് ഈ പൊതുസമൂഹത്തിന് മുന്നിൽ പൊളിഞ്ഞ് പാളീസാകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഇപ്പോൾ കാണാൻ കഴിഞ്ഞിരിക്കുന്നത്. യാഥാർത്ഥ്യം ഇങ്ങനെ പൊതുസമൂഹത്തിന് മുന്നിൽ നിൽക്കുമ്പോൾ, വസ്തുതകൾ നമുക്ക് മുന്നിൽ നിൽക്കുമ്പോഴാണ് CPM അതിനെ വെട്ടിച്ചുരുക്കിക്കൊണ്ട് കള്ളത്തരങ്ങൾ പ്രചരിപ്പിച്ച് ഒരു ജനപ്രതിനിധിയെ, പ്രത്യേകിച്ചും ആ മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ ആദ്യന്തം ജനങ്ങൾക്കൊപ്പം നിന്ന്, ഇരകൾക്കൊപ്പം നിന്ന് പ്രവർത്തിച്ച ഒരു ജനപ്രതിനിധിയെ അവഹേളിക്കാനായിട്ടുള്ള നീക്കങ്ങൾ നടത്തുന്നത്. എന്തായാലും ഫിലാക്കാലിയ ഫൗണ്ടേഷൻ ഉൾപ്പെടെ ഈ യാഥാർത്ഥ്യം പുറത്തു പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നത് ടി സിദ്ദിഖിന് കൂടുതൽ ആത്മവിശ്വാസം നൽകുന്ന ഒരു കാര്യം കൂടിയാണ്. എന്തായാലും ടി സിദ്ദിഖിനെതിരായ മറ്റൊരു നുണപ്രചരണം കൂടി അവിടെ പൊളിഞ്ഞ് പാളീസാകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്.